ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ തഹ്‌ദീബിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നു. ബിദ്അത്ത് എന്നതിനെ അദ്ദേഹം വിവരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അൽ ബിദ്അത്തു ഫി ശർഇ, ശർഇന്റെ സാങ്കേതികാർത്ഥത്തിൽ ബിദ്അത്ത് എന്നാൽ ഹിയ ഇഹ്ദാസു മാ ലം യകുൻ ഫീ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്തില്ലാത്ത വല്ല കർമ്മവും ഉണ്ടാക്കുക, നബി തങ്ങളുടെ കാലത്തില്ലാത്ത വല്ല വിശ്വാസവും ഉണ്ടാക്കുക. നബിയുടെ കാലത്തില്ലാത്ത വിശ്വാസങ്ങൾ ഉണ്ടാക്കിയാൽ ഉസൂലിലും വിശ്വാസ തത്വങ്ങളിലുമുള്ള ബിദ്അത്തായി. നബിയുടെ കാലത്തില്ലാത്ത വല്ല കർമ്മങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കിയാൽ ഫുറൂഇലും ശാഖാപരമായ കർമാനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലുമുള്ള ബിദ്അത്തായി. ഇത് രണ്ട് ബിദ്അത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി അതിന്റെ സാങ്കേതികാർത്ഥം തന്റെ തഹ്‌ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് രണ്ടാം ഭാഗം 276 പേജിൽ ഉദ്ധരിക്കുന്നത് ഹിയ ഇഹ്ദാസു മാ ലം യകുൻ ഫീ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്തില്ലാത്ത വല്ല ഒന്നിനെയും ഉണ്ടാക്കുക എന്നാണ്. വിശ്വാസമാണെങ്കിൽ വിശ്വാസം, കർമ്മമാണെങ്കിൽ കർമ്മം, നബിയുടെ കാലത്തില്ലാത്തതുണ്ടാക്കുക. ഇതിന് സാങ്കേതികമായി ശറഇൽ ബിദ്അത്ത് എന്ന് അർത്ഥകൽപ്പന നടത്തുമെങ്കിൽ ഇമാം നവവി പറയുന്നു വഹിയ മുൻഖസിമത്തുൻ ഇലാ ഹസനത്തിൻ വ ഖബീഹ, അപ്പോൾ ബിദ്അത്തിനെ വിഭജിക്കേണ്ടി വരും. നല്ല ബിദ്അത്തുകൾ എന്ന ഒരു കൂട്ടം, മോശം ബിദ്അത്തുകൾ എന്ന ഒരു കൂട്ടവും, ഖബീഹത്ത് അനിസ്ലാമികമെന്നോ ചീത്തയെന്നോ അനാചാരമെന്നോ പറയാൻ പറ്റുന്നതും വളരെ മോശമായ വിശ്വാസം എന്ന് പറയാൻ പറ്റുന്നതുമായ ഒരു ബിദ്അത്ത്, ഹസന നല്ലതും നല്ല ആചാരവും എന്ന് പറയാൻ പറ്റുന്ന ബിദ്അത്ത്, നല്ല ആചാരം എന്ന് പറയാൻ പറ്റുന്ന ബിദ്അത്ത് പക്ഷേ ആചാരത്തിലേ ഉള്ളൂ, കർമ്മത്തിലേ ഉള്ളൂ. വിശ്വാസത്തിൽ വരുന്ന ബിദ്അത്തൊക്കെയും മദ്മൂമാ, അതിലൊന്നും ഒഴിവില്ല. അത് മേൽപ്പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. കുല്ലു ബിദ്അത്തും വലാല എന്ന ബിദ്അത്തിന് വിശ്വാസപരമായ ബിദ്അത്ത് എന്ന അർത്ഥകൽപ്പന നടത്തുമ്പോൾ അത് മുഴുവൻ വലാലത്താകുന്നു, അത് മുഴുവൻ നരകത്തിലേക്കുള്ള വൻദോഷമാകുന്നു എന്ന് നമ്മുടെ ഇമാമുകൾ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് കുല്ലു ബിദ്അത്തിൻ എന്ന ബിദ്അത്തിന്റെ അർത്ഥം നബിയുടെ കാലത്തില്ലാത്തത് എന്നാണെങ്കിൽ നബിയുടെ കർമ്മത്തിൽ കാലത്തില്ലാത്ത കർമ്മവും ആചാരവും ഉണ്ടാക്കിയാൽ രണ്ട് ബിദ്അത്തുണ്ടാവും. ഒന്നുകിൽ ഹസന അല്ലെങ്കിൽ ഖബീഹ. ഹസനത്ത് എന്ന ഇസ്ലാമികം, ഖബീഹത്ത് എന്ന അനിസ്ലാമികം. ഇതാരാ പറഞ്ഞ്? ഇതിന്റെ തുടക്കക്കാരൻ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ മഹാനർ വിവരിക്കുന്നു وروى البيهقي بإسناده في مناقب الشافعي عن الشافعي رضي الله عنه أنه قال, ഇമാം ശാഫിഈയെ തൊട്ട് ബൈഹഖി തന്റെ ഇസ്നാദ് പ്രകാരം നിവേദനം ചെയ്യുന്നു. ഇമാം ശാഫിഈ തങ്ങൾ പ്രസ്താവിച്ചു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി ഖുർബാൻ, നബിയുടെ കാലത്തില്ലാതെ ഉണ്ടാക്കപ്പെടുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും രണ്ടു വിധമാകുന്നു. അഹദുഹുമ, ആ രണ്ടിലൊന്ന് മാ ഉഹ്ദിസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ, കിതാബ്, സുന്നത്ത്, അസർ, ഇജ്മാഅ് എന്നീ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നത്. ഫഹാദിഹിൽ ബിദ്അത്തു വലാല, ഈ ബിദ്അത്താകുന്നു വലാലത്തായ ബിദ്അത്ത് എന്ന് പറഞ്ഞത്. വിശ്വാസപരമായ ബിദ്അത്ത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായല്ലാതെ ഉണ്ടാക്കപ്പെടാൻ കഴിയുകയില്ല. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്ന ഏത് ബിദ്അത്തും ഫഹാദിഹി ഹിയൽ ബിദ്അത്തു വലാല, അതാണ് ബിദ്അത്തു വലാല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ പറയുന്നു. ആചാരത്തിലുള്ള ബിദ്അത്തും കിതാബ്, സുന്നത്ത്, അസർ, ഇജ്മാഅ് എന്നിവകൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നതാണോ അത് വലാലത്താകുന്നു. വത്താലിയ, രണ്ടാമത്തെ ബിദ്അത്ത് മാ ഉഹ്ദിസ മിനൽ ഖൈർ, നബിയുടെ കാലത്തില്ലാത്ത പുണ്യകർമ്മങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്. എന്താ, നബിയുടെ കാലത്തില്ലാത്തതാണ് എന്നാലും പുണ്യമാകുന്ന ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നത്. ഇത് നോട്ടീസ് കണ്ടപ്പോ ചില ആളുകൾക്ക് ഹേലളകി. നബിന്റെ കാലത്തില്ലാത്ത ബിദ്അത്ത് അത് പുണ്യകർമ്മോ? ഇമാം ശാഫിഈ വിവരിക്കുന്നത് നബിയുടെ കാലത്ത് ഉണ്ടാക്കപ്പെടുന്ന, നബിയുടെ കാലത്തില്ലാതെ ഉണ്ടാക്കപ്പെടുന്നത് മിനൽ ഖൈർ, പുണ്യകർമ്മങ്ങളും പ്രതിഫലാർഹമായ കാര്യങ്ങളും. ലാ ഖിലാഫ ഫീഹി ലിവാഹിദിൻ മിനൽ ഉലമാ, ഒരു ആലിമിനും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല.
നമ്മളെ വഹാബികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അവർ ജാഹിലായതുകൊണ്ടാണ്. ആലിമുകൾക്ക് ആർക്കും ഇത് അഭിപ്രായ വ്യത്യാസമില്ല. ഒരാലിമിനും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ് ഖൈറായി നബിയുടെ കാലത്തില്ലാത്ത കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കപ്പെടുന്നത്. വഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ, ഇതിനും പുതുതായി ഉണ്ടാക്കപ്പെടുന്നത് എന്ന് സാങ്കേതികമായി തന്നെ പറയാം. പക്ഷെ അത് മദ്മൂമല്ലാത്ത മുഹ്ദസത്താകുന്നു.